ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ്ഡ് ഇന്ത്യ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും ജോണി യെസ് പപ്പ ടെല്ലിംഗ് ലൈസ് നോ പപ്പ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെല്ലാം അതേ തൊപ്പിയൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? മോളി ജെയിംസ്. മോളി ജെയിംസ്. ഓക്കെ, എവിടെ സ്ഥലം? സ്ഥലം റാന്നി, പത്തനംതിട്ട ജില്ലയില്. പത്തനംതിട്ട. എന്താ ഇവിടെ വരാനുള്ള കാര്യം? ടൂർ വന്ന പള്ളിയിൽ നിന്ന് ടൂർ വന്ന. ഓക്കെ. എന്റെ പേര് അനില തോമസ്. പത്തനംതിട്ട. ജിൻസിക്ക ജോൺ. മത്സമ്മ മാത്യു. മത്സമ്മ ജയിക്കപ്പ. ഷൈനി. മേരിക്കുട്ടി തോമസ്. ഇതാണോ കിസിന്റെ ആണല്ലേ? അപ്പോൾ അങ്ങനെയല്ല, കോമൺ ആയിട്ട് ചോദിക്കും, ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, 20 സെക്കൻഡിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ ആരാണോ പറയുന്നവരാണ് ഇന്നത്തെ വിജയ്. അത്രേ ഉള്ളൂ. ഓക്കെ, അമ്മച്ചി മനസ്സിലായോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്റെ പുടവ ചുറ്റിയാലും ചുറ്റിയാലും തീരില്ല. ഏതാണ് ആ പുടവ? ആകാശം. കറക്റ്റ് ആൻസർ ആണ്, ആകാശം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിരിയാത്ത പാല് ഏതാണ്? പിരിയാത്ത പാല്. ചില ആൾക്കാർ രാവിലെ ഈ പാല് എടുക്കാനൊക്കെ പോകുന്ന റബ്ബർ പാല്. കറക്റ്റ് ആൻസർ ആണ്. എന്താ പറഞ്ഞേ? മിൽമ പാല് പിരിയത്തില്ല കേട്ടോ, അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, പിരിയാത്ത പാൽ ഏതാണെന്ന് അറിയാലോ. അപ്പൊ പിരിയാത്ത കയർ ഏതാണ്? പിരിയാത്ത കയർ. ഫണ്ണി ക്വസ്റ്റ്യൻ. നമ്മുടെ വീട്ടിനകത്തൊക്കെ ഈ ഒരു സാധനം ചിലപ്പം കയറിയാലായി നമുക്ക് പേടിയുള്ള ഒരു സാധനം. പാമ്പ്. ഇത്ര പതുക്കെ പറയണം. പാമ്പ്. തെറ്റായി പോയി, ഞാനിനി കളിയാക്കുമെന്ന് പേടിച്ചിട്ടേ പാമ്പ്. ആരും കേൾക്കാതെ പറയാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്റെ അച്ഛൻ ഒരു കാളയെ കൊണ്ടുവന്നു. പിടിച്ച് കെട്ടാൻ നോക്കിയപ്പോഴേ തല കാണാനില്ല. ഒരു ഓക്കെ, ആരും പറയാത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലയില്ലാ മരത്തിൽ നിന്നും പൂവ് കൊഴിഞ്ഞു വരുന്നു. ഇത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതാണ്, അടുക്കളയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. മരത്തിൽ നിന്ന് പൂവ് കൊഴിഞ്ഞു വരുന്നു. ഒരു ഉപമ പറഞ്ഞതാണ്. ഇത് ഒരു പ്രവൃത്തി. കറിവേപ്പിലല്ല, വെള്ളപ്പൂവാണ് വരുന്നത്. നമ്മളാണ് ആ സാധനം ഉണ്ടാക്കുന്നത് തന്നെ. ഇരയില്ലാ മരത്തിൽ നിന്ന്, ഇരയില്ലാത്തൊരു മരം, അതിൽ നിന്ന് വൈറ്റ് കളറാണ്. നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ഈ ഒരു സാധനം, തേങ്ങ നമ്മൾ എന്തോ ചിരകുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എപ്പോൾ നടന്നാലും വട്ടത്തിലാണ് ഈ ഒരു സാധനം നടക്കുന്നത്. എന്താണ്? അല്ലെങ്കിൽ എപ്പോൾ? പമ്പരല്ല. എപ്പോൾ നടന്നാലും വട്ടത്തിൽ. നമ്മൾ ഭിത്തിയിലേക്ക് വെക്കുന്ന ഒരു സാധനം വീട്ടിലായാലും. ക്ലോക്ക്. കറക്റ്റ് ആൻസർ ആണ്. മത്സരിക്കുകയാണ്. അയ്യോ, നമ്മള് പരിചയപ്പെട്ടില്ല. അത് ആദ്യമേ പറയണ്ടേ. എന്റെ പേര് ജോണി. എന്റെ പേര് നിജു സാമുവൽ. ജെയിംസ് തോമസ്. ബാക്കിൽ ഒരാൾ ഒളിച്ചു നിൽക്കുന്നു. പേര് പറയൂ. പേര് ലാലി. ഓക്കെ. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഇവർ ഇത്ര പേരേ ഉള്ളൂ മത്സരിക്കാന്ന്. പക്ഷെ ഇപ്പുറത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ആ കേട്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ മത്സരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു പൊത്തിൽ നിറയെ വെള്ളക്കാർ ആരാണ്? ഒരു പൊത്തിൽ നിറയെ വെള്ളക്കാർ.
ചെതലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. എന്റെ ഫേസിൽ നോക്കിയാൽ കാണാം ഒരു പൊല്ല്. ആൻസർ പറഞ്ഞു പല്ല്. ഓക്കെ പിടിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി. ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി. അമ്മച്ചിക്ക് അറിയാലോ. ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി അടുക്കളയിലൊക്കെ ഉള്ളതല്ലേ? ആ എവിടെ? അരകല്ല്. അമ്മയും ഓക്കെ. എനിക്ക് തോന്നുന്നില്ലല്ലോ അതാണ് ഉദ്ദേശിച്ചത്. അതെന്നെ ഉദ്ദേശിച്ചത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. അരകല്ല്. ഓ അങ്ങനെയുണ്ട്, ഡിഫറൻസ് ഉണ്ട് ലാംഗ്വേജ് തമ്മിൽ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലില്ലാത്തവൻ നാടാകെ പായുന്നു. ആരാണ്? അട്ടല്ല. അട്ടയ്ക്ക് കാലുണ്ടല്ലോ. കാലില്ലാത്തവൻ. ഇതിന് സൂര്യനല്ല. മേഘം. കറക്റ്റാണ്. അമ്മച്ചിയുടെ ചിരി പൊട്ടി കൊണ്ട് നടക്ക. ഭാഗ്യവതിയാണ് കേട്ടോ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ. പുലിയ. എത്ര വയസ്സായി അമ്മച്ചി? 79 ഉള്ളൂ. 79 വയസ്സേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കുറച്ച് തൊപ്പി വെച്ചോണ്ട് കുറച്ച്. വയസ്സ് അത്രേ ഉണ്ട്. നോക്കി നരച്ചാന്നോ? നരച്ചല്ല. ഭാഗ്യവതി എന്നെ 79 വയസ്സിലും ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടി. കാട്ടിൽ കിടന്നവനാണ് പക്ഷെ വയസ്സിന്റെ ചങ്ങാതി. പ്രായമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ആരാ വടി ആദ്യം പറഞ്ഞു? ഓക്കെ ഞാൻ അമ്മച്ചിയുടെ കൂടെ അതുകൊണ്ട് കാണിക്കാനായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ആൻസർ കിട്ടി. ഓക്കെ ഇവിടെ ആൻസർ വേറെ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. 2 ക്വസ്റ്റിന്റെ വേറെ ആദ്യം പറഞ്ഞില്ലല്ലോ. ഇല്ല 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ ആരൊക്കെയാ കൈവക്കും? ഓക്കെ അപ്പൊ 2 പേരും കൂടി ഇവിടെ നിൽക്കും. 2 പേരും തമ്മിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ ഇല ഉണ്ടല്ലോ, ഇല കത്തി പോലെയാണ് ഇരിക്കുന്നത്. എന്റെ കായ് പന്ത് പോലെയാണ് ഇരിക്കണം. എന്താണ്? ക്ലൂ ഒന്നും തരത്തില്ല. തേങ്ങ അല്ല. പഴുപ്പിച്ചൊക്കെ കഴിക്കുന്ന സാധനം. എന്ത് ഇല കത്തി പോലെ ഇരിക്കുന്നേ? കത്തി പോലെ. നിങ്ങളാരും പറയരുത്. ഇവർ 2 പേരും മാത്രമേ പറയാവൂ. അതെ എല്ലാരും ഇല കത്തി പോലെ ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ ഫലം എന്തുവാ? പന്ത് പോലെ ഇരിക്കും. ചക്ക അല്ല. ആ കത്തി പോലെ ഇരിക്കുന്ന ആ ഇലയുള്ള ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൈതച്ചക്ക അല്ല. നിങ്ങൾ എന്താ പറഞ്ഞു? പൈനാപ്പിൾ ആണോ? ഇവിടെ ഈ കളി ഇവിടെ കള്ളക്കളി. ചീമച്ചക്ക അല്ല. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ ടൈം ഔട്ടായി. അത് മാങ്ങയാണേ. ഓക്കെ അടുത്തത്. ഇടത്തോട്ടിൽ കരിക്കട്ട. എന്താണ്? ഇടത്തോട്ടിൽ കരിക്കട്ട എന്താണ്? നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. എന്റെ ഫേസിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇടത്തോട്ടിൽ കരിക്കട്ട. കണ്ണ്. അപ്പോൾ ആദ്യം പറഞ്ഞു. ഇല്ല ആദ്യം അവിടെ നിന്നാ കാണുന്നത്. ഓക്കെ എന്താ പേര്? എന്റെ പേര് ജോണി. Johnny, yes, Papa. Telling lies, no, Papa. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ജയിച്ചത് നമ്മുടെ സ്വന്തം ജോണി ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ അവരെ ക്ഷണിക്കുന്നു. 1 കോടി എന്ന പ്രോഗ്രാമിൽ അനന്തപുരിയുടെ മാലാഖയായി ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ ഇന്ത്യയെ ഈ ഒരു വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D.
ആരായിരുന്നു അതെ കാണുവാനും ഞങ്ങളെ ഇതിൽ പങ്കെടുപ്പിച്ചതിലും വളരെ സന്തോഷം. ഞങ്ങൾ പോയി പള്ളിയിലും അവിടെ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ മക്കളോടും എല്ലാവരും ഇങ്ങോട്ട് വരാൻ പറയും. ഉടനെ തന്നെ അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അതുമല്ല ഞങ്ങൾ കേരളത്തിനകത്ത് 100 പേർക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ ഉണ്ട്. EMTV ആശ്രയ സമ്മാന പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അങ്ങനെയുള്ള പദ്ധതിയൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേണം അതെ എന്തേ വീട് വേണമെന്നുള്ളൊരു 100 പേര് കൂടുതലായി അപേക്ഷ തന്നെ. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലേ നമുക്ക് നല്ലൊരു അമ്മച്ചിയെ കിട്ടി. 79 വയസ്സായി എങ്കിലും പറ്റില്ല. തൊപ്പി വെച്ചേക്കൊണ്ട് വെച്ചോളി. എന്തായാലും അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രായം ഒന്നിനും ഒരു പരിധിയില്ല. ആസ്വദിക്കുക. 16 വയസ്സായുള്ളൂ. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു.